കഴിഞ്ഞ വീഡിയോയിൽ എറണാകുളത്തെയും ആലപ്പുഴയിലെയും ഗ്രാമക്കാഴ്ചകളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഉത്രാളിക്കാവിലാണ്. അപ്പോൾ ക്ഷേത്രവും അതിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളുമാണ് ഇന്നത്തെ ഈ വീഡിയോ. തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന വഴിയാണ് ഈ ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് മുന്നിലായി ഒരു വലിയ ആൽമരവും അതിൻ്റെ താഴെ ഒരു വിളക്കും കാണാം. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇത്. ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസിലും യൂട്യൂബ് വീഡിയോയിലുമൊക്കെ ഇടം നേടിയ ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ വഴിയുടെ ഇരുവശവും നല്ല വിശാലമായ വയലും അപ്പുറം മലകളുമാണ്. ഉത്രാളിക്കാവ് തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ ഒരു പാലക്കാടൻ ഗ്രാമീണ ഭംഗി നമുക്കിവിടെ കാണാം. ക്ഷേത്രത്തിന് പുറകിലായി തൃശ്ശൂർ ഷൊർണൂർ റെയിൽവേ പാതയാണ്. അതിലൂടെ ട്രെയിൻ പോകുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ്. ട്രെയിനിൻ്റെ ഹോണടി കേട്ടപ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ട അമ്പലത്തിലേക്ക് വരുമ്പോഴുള്ള ആ ആൽമരത്തിൻ്റെ അവിടെ ചെന്ന് ആ വീഡിയോ അങ്ങോട്ട് പകർത്തി. മഴക്കാലത്താണെങ്കിൽ കുറച്ചും കൂടി മനോഹരമായിരിക്കും ഈ ഒരു കാഴ്ചകളൊക്കെ. ഈ ഉത്രാളിക്കാവിൻ്റെ തൊട്ടടുത്തുള്ള 2 റെയിൽവേ സ്റ്റേഷനുകളാണ് ഷൊർണൂരും വടക്കാഞ്ചേരിയും. കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്നവരും തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവരും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് തൃശ്ശൂർക്കുള്ള ബസ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്രാളിക്കാവിൽ വന്നിറങ്ങാം. പാടത്തിൻ്റെ ഇടയിലൂടെയുള്ള വരമ്പിലൂടെയെല്ലാം നടന്ന് അമ്പലത്തിലേക്ക് പോകുന്നവരെ നമുക്കിവിടെ കാണാം. ഈ ഒരു മനോഹരമായ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ തന്നെ ഇവിടെ വരണം. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായുള്ള ഒരു പാടമാണിത്. അതിൻ്റെ വരമ്പിലൂടെ ഞാൻ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് മണ്ണെല്ലാം കിളച്ചു മറിച്ചിട്ടിരിക്കുകയാണ്. ദൂരെ ഒരു ട്രാക്ടറിൽ നിലമുഴുതുന്ന കാഴ്ച കണ്ടു. എന്തായാലും അവിടെ ചെന്ന് കുറച്ചു നേരം അത് നോക്കി നിന്നു. പണ്ട് കാളകളെ കൊണ്ടായിരുന്നു ഈ ഒരു ജോലിയെല്ലാം ചെയ്യിച്ചിരുന്നത്. ഇപ്പോൾ മിക്ക കൃഷിയിടങ്ങളിലും ട്രാക്ടറുകളാണ് ഉപയോഗിക്കുന്നത്. കൊയ്ത്ത് കഴിയുമ്പോൾ ഇതേപോലെ കൃഷിയിടങ്ങളെല്ലാം ഉഴുതുമറിക്കും. അനാവശ്യമായ പുല്ലുകൾ പോകാനും അടുത്ത കൃഷിക്കായി മണ്ണിനെ ഒരുക്കുകയുമാണ് ഇതുവഴി ചെയ്യുന്നത്. ട്രാക്ടർ ഇളക്കി മറിക്കുന്ന ഭാഗങ്ങളിലെ കീടങ്ങളെയും പുഴുക്കളെയും കൊത്തിത്തിന്നാനായി ധാരാളം കൊക്കുകൾ വന്നിരിപ്പുണ്ട്. എന്നാൽ ഉണങ്ങിക്കിടക്കുന്ന കൃഷിപ്പാടമായതിനാൽ നിരാശയാണ് ഇതുങ്ങൾക്ക് ഫലം. ഇത് പാടത്തിൻ്റെ സൈഡിലൂടെയുള്ള ഒരു വഴിയാണ്. ഇടത്ത് വശത്ത് കാണുന്ന വേലിയുടെ അപ്പുറം വാഴക്കൃഷിയാണ്. ഈ വഴി ചെന്നെത്തിയത് മറ്റൊരു പാടത്തിലേക്കാണ്. ഓഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണയായി വിത്തുകൾ വിതയ്ക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തിരികെ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലേക്കെത്തി. തൃശ്ശൂർ പൂരം പോലെ തന്നെ പ്രസിദ്ധമായ ഒന്നാണ് ഉത്രാളിക്കാവ് പൂരവും വെടിക്കെട്ടും. അപ്പോൾ നിങ്ങൾ ഉത്രാളിക്കാവ് വരാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വരണം. ഇവിടുത്തെ ഗ്രാമഭംഗിയും മനോഹര കാഴ്ചകളും ആസ്വദിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.